പ്രിയമുള്ള സുഹൃത്തുക്കളെ, ലോഹസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഹനങ്ങളിൽ നിന്ന് കൂളിംഗ് ഫിലിമുകൾ പറിച്ചെടുക്കുന്ന പോലീസിന്റെ ചിത്രവും നിരത്തുകളിൽ വലിയ തുക ഫൈൻ ഈടാക്കുന്ന പോലീസിന്റെ വേട്ടയും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ്, വേണമെങ്കിൽ വാഹനങ്ങളിൽ നിയമാനുസൃതം ഇത്തരം കൂളിംഗ് ഫിലിമുകൾ നമുക്ക് ഘടിപ്പിക്കാം, അതിന് യാതൊരുവിധ പ്രശ്നവുമില്ല. ചട്ടങ്ങൾ അനുസരിച്ച് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഫൈൻ ചുമത്താനോ അതല്ലെങ്കിൽ രജിസ്ട്രേഷൻ റദ്ദു ചെയ്യുമെന്ന പോലീസിന്റെ പേടിപ്പെടുത്തലൊന്നും വേണ്ട എന്നാണ് ജസ്റ്റിസ് എൻ നാഗരേഷ് ഇന്നലെ കേരള ഹൈക്കോടതിയിൽ ഒരു ഉത്തരവിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നാളെ മുതൽ തന്നെ നിങ്ങളുടെ വാഹനങ്ങളിൽ മുൻവശങ്ങളിൽ നിങ്ങൾക്ക് 70% വരെ സുതാര്യത ഉറപ്പുവരുത്തുന്ന, ഇരുവശങ്ങളിലും 50% വരെ സുതാര്യത വരുത്തുന്ന കൂളിംഗ് ഫിലിമുകൾ ഘടിപ്പിക്കുന്നതിന് യാതൊരുവിധ പ്രശ്നവുമില്ല. കേരള ഹൈക്കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങൾ പരിശോധിക്കുമ്പോൾ 2021 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങളിലെ വകുപ്പ് 100ന്റെ ഭേദഗതി അനുസരിച്ച് മോട്ടോർ വാഹനങ്ങളുടെ മുന്നിലും പിന്നിലും വശങ്ങളിലും സേഫ്റ്റി ഗ്ലാസുകൾക്ക് പകരം സേഫ്റ്റി ഗ്ലേസിംഗ് കൂടി ഉപയോഗിക്കാൻ അനുവദിക്കുന്നുണ്ട്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ 2019 മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായ സേഫ്റ്റി ഗ്ലേസിംഗ് ആണ് അനുവദനീയമായിട്ടുള്ളത്. സേഫ്റ്റി ഗ്ലാസിന്റെ ഉൾപ്രതലങ്ങളിൽ പ്ലാസ്റ്റിക് ഫിലിം പതിപ്പിച്ചിട്ടുള്ളത് സേഫ്റ്റി ഗ്ലേസിംഗിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും മുൻഭാഗങ്ങളിൽ 70%, വശങ്ങളിൽ 50% സുതാര്യത വേണമെന്നാണ് ഭേദഗതി ചട്ടങ്ങൾ പറയുന്നത്. ഈ ഒരു മാറ്റം ചൂണ്ടിക്കാട്ടിയാണ് കേരള ഹൈക്കോടതി ഇത്തരം ഫിലിമുകൾ ഉപയോഗിക്കുന്നതിന് യാതൊരുവിധ നിയമ തടസ്സവുമില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാർ കോടതിയിൽ പറഞ്ഞത് ഇത്തരം ഫിലിമുകൾ ഉപയോഗിക്കുന്നത് സുപ്രീം കോടതി നേരത്തെ തന്നെ വിലക്കിയിട്ടുണ്ട്. എന്നാൽ കോടതി ഇതിന് കൃത്യമായ മറുപടി തന്നെ നൽകി. ഇത്തരം സുപ്രീം കോടതി വിധികളൊക്കെ ഈ ചട്ടങ്ങൾ ഭേദഗതി മാറ്റങ്ങൾ വരുന്നതിന് മുൻപുള്ളതാണ് എന്നും അന്ന് സേഫ്റ്റി ഗ്ലാസുകൾ മാത്രമാണ് അനുവദിച്ചത് എന്നും കോടതി വ്യക്തമാക്കി. ഗ്ലാസും ഫിലിമും ചേർന്ന ഒരു സേഫ്റ്റി ഗ്ലേസിംഗ് വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്നത് വാഹന നിർമ്മാതാവിന് മാത്രമാണ് അവകാശമുള്ളത്, അവർക്ക് മാത്രമേ അതിന് അനുവാദമുള്ളൂ എന്നും വാഹന ഉടമക്ക് അത്തരം അനുവാദമില്ല എന്നും കോടതിയിൽ സർക്കാർ പറഞ്ഞു. എന്നാൽ കോടതി ഇതും നിരാകരിക്കുകയാണ് ഉണ്ടായത്. ചട്ടങ്ങൾ അനുസരിച്ചുള്ള സുതാര്യത ഉറപ്പുവരുത്തിയുള്ള ഗ്ലേസിംഗ് നിലനിർത്താൻ വാഹന ഉടമക്ക് അവകാശമുണ്ട് എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ മുതൽ തന്നെ നിങ്ങളുടെ വാഹനങ്ങളിൽ ഇത്തരം ഫിലിമുകൾ മുൻവശങ്ങളിൽ 70% വരെ സുതാര്യതയും വശങ്ങളിൽ 50% വരെ സുതാര്യത ഉറപ്പുവരുത്തുന്ന കൂളിംഗ് പതിപ്പിക്കുന്നതിൽ യാതൊരുവിധ നിയമ തടസ്സവുമില്ല.